ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ബി.ജെ.പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹം പോയി കണ്ടു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു. ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അതിലൊരു തെറ്റുമില്ല. ജാവ്ദേക്കർ ജയരാജൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല. ഇന്നിപ്പം കാണുന്നു തെറ്റാണ്. ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത്. ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റന്നല്ലേ? ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജൻ്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത്. ജാവേദ്കറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ. ജയരാജൻ്റെ കൂട്ടുകെട്ട്, അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി.ജെ.പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി, ജയരാജൻ ബലിയാടായി. ജയരാജനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. ജയരാജന് നടപടിയെടുക്കണം, പാർട്ടി എടുക്കട്ടെ. പക്ഷെ ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബി.ജെ.പി ബാന്ധവം? CPM-ൻ്റെ എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും? എങ്ങനെ ബി.ജെ.പിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും? നരേന്ദ്രമോദി ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് ഫോൺ നടത്തി ഇലക്ഷന് മുമ്പ്, 2 ആഴ്ച മുമ്പ്. കരുവന്നൂരിൽ നടപടി വരാൻ പോവാണ്, പ്രധാനമന്ത്രിയാണ് പറയുന്നത്, മോഡി ഗ്യാരണ്ടിയാണ്, നടപടി ഉണ്ടാവും. എന്ത് നടപടി ഉണ്ടായത്? മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇതിൽ കഴിഞ്ഞ പ്രാവശ്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് വരുത്തി ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം അത് ചീറ്റിപ്പോയി. അത് വേറെ കാര്യം. കൃത്യമായിട്ടുള്ള CPM മറുപടി പറയണം. ഇതിനകത്ത് മുഖ്യമന്ത്രി മറുപടി പറയണം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞതാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ഒരു തെറ്റുമില്ല. പിന്നെ ഇന്നെന്തുകൊണ്ട് അത് തെറ്റായി മാറി? അപ്പോൾ കള്ളി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDF-നെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ കോൺസ്പിറസിയിൽ പ്രധാന പങ്കുവച്ച ആൾ മുഖ്യമന്ത്രി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രകാശ് ജാവ്ദേക്കർ മുൻപ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് കണ്ടതാണെങ്കിൽ അത് മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് പരസ്യമാവണം. രഹസ്യമായിട്ട് മന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. അത് മുഖ്യമന്ത്രിയും അതിനുശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതവസരത്തിലാണ് കണ്ടത്? നിങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ചിത്രം ഉള്ളല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ചാണ് മുഖ്യമന്ത്രി കണ്ടത്? മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടാൽ അതിൽ തന്നെ കൃത്യമായിട്ടും കള്ളത്തരമുണ്ട്. ഞാനൊരു പൊതുചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് മുഖ്യമന്ത്രി അവിടെ പറയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ആയിരുന്നു എല്ലാവർക്കും അറിയാം.
മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പൊതുചടങ്ങിൽ ആരെങ്കിലും കണ്ട സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഇത് പറയാൻ പോകുന്ന ആളല്ല അദ്ദേഹം എന്നുള്ളത്. അത് അദ്ദേഹം കൃത്രിമമായി പറഞ്ഞതാണ് ഇന്നലെ. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ യഥാർത്ഥ അനുഭാവികളുടെ വോട്ട് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, കാരണം ഈ പാർട്ടിയുടെ ഈ പോക്കിൽ, ജീർണതയുള്ള പോക്കിൽ എല്ലാം താൻ തീരുമാനിക്കും, തനിക്ക് വേണ്ടി തീരുമാനിക്കുമെന്നുള്ള തീരുമാനം എടുത്തിട്ട് പാർട്ടിയെ അതിനുവേണ്ടി കോംപ്രമൈസിങ് ടൂളാക്കി മാറ്റുന്ന സാഹചര്യത്തെ ഏറ്റവും എതിർക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല പലരും. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, നിങ്ങളുടെ ഇതനുസരിച്ച് വോട്ട് ചെയ്തവർ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്.